ജയാജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ റോമൻ കലണ്ടർ പ്രകാരം മാർച്ച് 1 പുതുവർഷ ആരംഭം. എന്നാൽ റോമൻ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസർ BC 45 ജനുവരി 1 പുതിയ വർഷം തുടങ്ങുന്ന രീതിയിൽ ഗ്രിഗോറിയൻ കലണ്ടറിന് രൂപം നൽകി. പിന്നീട് BC 27 മുതൽ AD 14 വരെ അഗസ്റ്റസ് ചക്രവർത്തിയായിരുന്നു റോമ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി. ഇക്കാലത്താണ് യേശുക്രിസ്തുവിന്റെ ജനനം. പിന്നീട് പല രാജ്യങ്ങളും യേശുക്രിസ്തുവിന്റെ ജന്മദിവസമായ ഡിസംബർ 25 പുതുവർഷം വരുന്ന രീതിയിൽ ആഘോഷിക്കുവാൻ തുടങ്ങി. ക്രമേണ പല രാജ്യങ്ങളും ഗ്രിഗോറിയൻ കലണ്ടറിനെ ഔദ്യോഗിക കലണ്ടറെ അംഗീകരിക്കാൻ തുടങ്ങി. അതോടെ ജനുവരി 1 പുതുവർഷ ദിനമായും പൊതു അവധിയായും ആചരിക്കുവാൻ തുടങ്ങി. നടന്നുകൊണ്ടിരിക്കുന്ന വർഷത്തിന്റെ അവസാന ദിവസമായ ഡിസംബർ 31 കഴിഞ്ഞു വരുന്ന ദിവസമായ ജനുവരി 1 പുതുവർഷ ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സുവർണ നിമിഷങ്ങൾ ഓർത്തെടുത്ത് അവ പരസ്പരം പങ്കുവെച്ച് പുതിയ വർഷത്തിലേക്ക് പുതിയ തീരുമാനങ്ങൾ ആവേശത്തോടെ തീരുമാനിച്ചുറപ്പിച്ച് പുതിയ ലക്ഷ്യത്തിലേക്ക് പുതിയ വർഷത്തിലേക്ക് സന്തോഷത്തോടെ നടന്നെടുക്കുകയാണ് നാം ഓരോരുത്തരും. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമായ അഹിംസയുടെ ആധുനിക പര്യായമായ മഹാത്മാഗാന്ധിജിയുടെ സ്വന്തം നമ്മുടെ ഇന്ത്യയിലെ നാം ഓരോരുത്തരും പരസ്പരം സന്ദേശങ്ങൾ പങ്കുവെച്ചും പുതുവത്സര പ്രതിജ്ഞകൾ എടുത്തുകൊണ്ടും 2024 സന്തോഷപൂർവ്വം നടന്നെടുക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.